സ്വകാര്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ളത് നിരവധി ഭരണ രാഷ്ട്രീയ വിഷയങ്ങളാണ്. മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ രാജ്യസഭാ സീറ്റ് തർക്കം പരിഹരിക്കണം. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഗുണ്ടാക്രമണങ്ങളും മറ്റൊരു പ്രധാന പരിഗണനാ വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയത് രാഷ്ട്രീയ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചരണത്തിനായി പോകുമോ എന്നും കണ്ടറിയണം. ഈ മാസം 6-നാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. LDF-ലെ പ്രമുഖ ഘടകകക്ഷികളെല്ലാം രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചത് മുന്നണിക്ക് തലവേദനയാണ്. CPI, കേരള കോൺഗ്രസ് എം, RJD, NCP എന്നിവരെല്ലാം അവകാശവാദവുമായി രംഗത്തുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമാണ് രാജ്യസഭാ സീറ്റ് ഒരേ സമയം ഒഴിയുന്നത്. 3 ഒഴിവുകളിൽ 2 LDF-നാണ്, അതിൽ 1 CPM-ന്. CPI-ക്ക് സന്തോഷ് കുമാർ കൂടി രാജ്യസഭാ അംഗമായുണ്ട്. ജോസ് കെ മാണി മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് എം രാജ്യസഭാ പ്രതിനിധി. ജൂണിലാകും രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരിക. 5-ാം ഘട്ടത്തിൽ മെയ് 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിലും 6-ാം ഘട്ടത്തിൽ 25-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നു. മുഖ്യമന്ത്രി സാധാരണ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാറില്ലെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു. നാട്ടിലുള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോയിരുന്നില്ല. കേരളത്തിൽ കോൺഗ്രസുമായി CPM നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരു പാർട്ടികളും. മുഖ്യമന്ത്രി പ്രചരണത്തിലിറങ്ങിയാൽ ഇക്കാര്യം അവിടെ രാഷ്ട്രീയ ചർച്ചയാകും. അതേസമയം ഗുണ്ടകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ കർശന നടപടികൾ വേണ്ടിവരും. മുൻപ് നടന്ന ഉന്നതതല യോഗങ്ങളിൽ മുഖ്യമന്ത്രി കർശന നടപടിക്ക് നിർദ്ദേശിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ അവതാളത്തിലാവുകയായിരുന്നു. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്ര. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമായിരുന്നു സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരുന്നത്. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയായിരുന്നു ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകുട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. കൂടാതെ മുഖ്യമന്ത്രിയുടേത് സ്വകാര്യ സന്ദർശനമായതിനാൽ തന്നെ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നത് തുടക്കത്തിൽ ഉയർന്ന ചോദ്യമായിരുന്നു. ഇത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ നൽകിയ മറുപടി.